ഹായ് ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ നമുക്കെല്ലാവർക്കും കണ്ടിട്ടുണ്ടാകും. ഇത് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഈ വീഡിയോയിൽ തന്നെ കാണിച്ചു തരാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത്, ഐഫോണിലാണ് ഇത് വർക്കാവുന്നത്. ഐഫോൺ ഇല്ലാത്തവർ എന്ത് ചെയ്യാം? ഐഫോൺ കാൽക്കുലേറ്റർ, അതായത് കാണിച്ചു തരാം. ഇവിടെ കാണുന്ന ദി കാൽക്കുലേറ്റർ എന്നുള്ളത് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. ഇത് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യാം. ഇത് ദി കാൽക്കുലേറ്റർ എന്നുള്ളത് ഇവിടെ മുകളിൽ കാണുന്ന ഇതാണ് ദി കാൽക്കുലേറ്റർ. നിങ്ങൾ കാണുന്നുണ്ടാവും. അതങ്ങ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് കാൽക്കുലേറ്റർ ഓൺ ചെയ്യാം. ഐഫോണിലാണെങ്കിൽ ഇത് ഡൗൺലോഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ആൻഡ്രോയിഡ് മൊബൈലാണെങ്കിൽ നിങ്ങൾ ഈ ഒരു കാൽക്കുലേറ്റർ ഡൗൺലോഡ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് എങ്ങനെയാണ്, ഉസ്താദാണ്, നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും. ഉസ്താദ് നിങ്ങൾ അതിൻ്റെ ആൻസർ പറയുന്നു. അതിന് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ ആ കാൽക്കുലേറ്റർ, ആ മൊബൈൽ കൊടുക്കുന്നതിന് മുമ്പ് നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ ഏത് ആൻസറാണോ നിങ്ങൾക്ക് വേണ്ടത് അത് നിങ്ങൾ എന്ത് ചെയ്ത് കൊടുക്കണം? ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അതായത് ഇപ്പോൾ എനിക്ക് 786 ആണ് എനിക്ക് കിട്ടേണ്ടത്, അവസാനം കിട്ടേണ്ടത് 786 എന്ന് ടൈപ്പ് ചെയ്തതിന് ശേഷം ശരിക്കും മനസ്സിലാക്കണം, 786 ആണ് എനിക്ക് ആൻസർ കിട്ടേണ്ടത് അവസാനം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാം? 786 എന്ന് ടൈപ്പ് ചെയ്ത് പ്ലസ് അടിച്ചു കൊടുക്കാം. കൂട്ടേണ്ട ചിഹ്നം പ്ലസ്, 0, പിന്നെ ഗുണിക്കണം, ഇൻറ്റു അടിച്ചു കൊടുക്കാം. വീണ്ടും 0 അടിച്ചു കൊടുക്കാം. എന്നിട്ട് അവിടെ വെക്കാം. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങനെ ബാക്കിലോട്ട് അടിച്ചു പോകാം. എന്നിട്ട് ആരുടെയെങ്കിലും മുമ്പിൽ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് അവരുടെ മുമ്പിൽ പോകാം. എന്നിട്ട് അവരോട് പറയാം, ഒരു ചെറിയൊരു എക്സ്പെരിമെൻ്റ് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരട്ടെ എന്ന് ചോദിച്ച് നമ്മുടെ ഫോണിൽ കാൽക്കുലേറ്റർ ഓൺ ചെയ്യാം. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു 2 അക്ക ഡിജിറ്റൽ നമ്പർ നിങ്ങൾ ടൈപ്പ് ചെയ്യാൻ വേണ്ടി പറയാം. അവർ ടൈപ്പ് ചെയ്യും. 25 എന്ന് വിചാരിക്കും. എന്നിട്ട് അതിനെ ഗുണിക്കാൻ വേണ്ടി പറയാം. അപ്പോൾ അവർ ഗുണിക്കേണ്ട ചിഹ്നം പറയും. എന്നിട്ട് അവരോട് പറയാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള വേറൊരു 2 അക്ക നമ്പർ നിങ്ങൾ പിൻ ചെയ്യാൻ വേണ്ടി പറയാം. അപ്പോൾ അവർ 98 എന്നവർ ടൈപ്പ് ചെയ്തു. എന്നിട്ട് സമം അടിക്കാൻ പറയാം. ആ സമം അടിക്കുന്ന സമയത്ത് 786 ആയിരിക്കും ഇവിടെ വരിക. കാരണം അത് നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചതുകൊണ്ടാണ് നമ്മൾക്ക് ഇങ്ങനെ കിട്ടിയത്. ഒരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. നമുക്ക് കിട്ടേണ്ടത് 1, 2, 3, 4, 5, 6 എന്നീ നമ്പറാണെങ്കിൽ നമുക്ക് ഏത് നമ്പറാണോ വേണ്ടത് ആ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. എങ്ങനെയാണ് സെറ്റ് ചെയ്യലെന്ന് നോക്കിക്കോളൂ. 1, 2, 3, 4, 5, 6 എങ്ങനെ കൂട്ടിയാലും ഈ ഒരു നമ്പറാണ് നമുക്ക് കിട്ടേണ്ടത്. ഇതെങ്ങനെ ചെയ്യാമെന്ന് നമുക്ക് നോക്കാം. 1, 2, 3, 4, 5, 6 കൂട്ടണം 0, ഗുണിക്കണം 0. ഇപ്പോൾ അവിടെ സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് എന്താക്കാം? അവരോട് ആരുടെയെങ്കിലും മുമ്പിൽ പോയി നമുക്കൊരു ചെറിയൊരു എക്സ്പെരിമെൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ് നമ്മുടെ കാൽക്കുലേറ്റർ ഓൺ ചെയ്യാം. എന്നിട്ട് അവരോട് നമ്മുടെ മുഖത്തേക്ക് തിരിക്കരുത് ഫോൺ, അവരോട് തന്നെ നോക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അവരോട് പറയാം, ഏകദേശം ഒരു 3 അക്ക നമ്പർ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു 3 അക്ക നമ്പർ ടൈപ്പ് ചെയ്തോ എന്ന് പറയണം. അപ്പോൾ അവർ 985 എന്നടിച്ചു. എന്നിട്ട് അവരോട് ഗുണിക്കാൻ വേണ്ടി പറയാം. എന്നിട്ട് അവർ ഗുണിക്കും. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു 4 അക്ക ഡിജിറ്റൽ നമ്പർ അടിക്കാൻ വേണ്ടി പറയണം. അത് അവരോട് പറയാം, നിങ്ങളുടെ ജനന വർഷമോ അല്ലെങ്കിൽ നിങ്ങളുടെ വണ്ടി നമ്പറോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ATM പാസ്കോഡോ അങ്ങനെ എന്തെങ്കിലും അടിക്കാൻ വേണ്ടി പറയും, ഒരു വെറൈറ്റിക്ക് വേണ്ടി. അപ്പോൾ അവർ 2003 എന്നടിക്കും. എന്നിട്ട് അവരോട് ലാസ്റ്റ് ഇൻഡ് ചെയ്യാൻ വേണ്ടി പറയാം, സമം കൊടുക്കാൻ വേണ്ടി പറയാം. സമം കൊടുക്കുന്ന സമയത്ത് 1, 2, 3, 4, 5, 6 നമുക്കറിയാം ഇതായിരിക്കും ആൻസർ കിട്ടും എന്ന് നമുക്കെല്ലാവർക്കും അറിയാം, ചെയ്യുന്നവനക്കറിയാം. എന്നിട്ട് അവരോട് പറയാം, ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് അവരോട് ഇങ്ങനെ വളരെയധികം ഒന്നും അറിയാത്ത രൂപത്തിലായിരിക്കണം നമ്മളത് അവരുടെ മുമ്പിൽ അവതരിപ്പിക്കേണ്ടത്. അപ്പോഴാണ് അതിൽ അത്ഭുതം പോലെ നമുക്ക് തോന്നുന്നത്.
യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസുകളുണ്ട്. അതൊക്കെ കണ്ട് നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ പെർഫോമൻസ് ചെയ്യുന്ന സമയത്ത് വളരെ ഭംഗിയായ രൂപത്തിൽ തന്നെ പെർഫോമൻസ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എങ്ങനെയാണ് ലോക്ക് ചെയ്യേണ്ടത് എന്നൊരു പ്രാവശ്യം കൂടി കാണിച്ചു തരാം. 1 2 3 4 5 6 ഇതാണ് നമ്മൾക്ക് കിട്ടേണ്ട നമ്പർ. ശ്രദ്ധിച്ചോ, +0 × 0 അവിടെ ലോക്കായിട്ടുണ്ട്. നമുക്ക് ബാക്ക് അടിച്ചാലൊന്നും പ്രശ്നമില്ല. കാൽക്കുലേറ്റർ എടുക്കുന്ന സമയത്ത് അവരോട് പറയാം, അവരിഷ്ടമുള്ള നമ്പർ അടിക്കും. = 1 2 3 4 5 6. ഓക്കെ അല്ലേ? എന്ത് സംശയം ഉണ്ടെങ്കിലും ചോദിക്കാം. എല്ലാ മെൻ്റലിസവും അത്ഭുതം തന്നെയാണ്. കാണുന്ന സമയത്ത്, പഠിച്ചു കഴിയുന്ന സമയത്ത് ഇതൊന്നും അല്ല എന്ന് നമുക്ക് തന്നെ തോന്നും. അതാണ് ഈ മെൻ്റലിസത്തിൻ്റെ ഒരു പ്രത്യേകത. നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. സംശയമുണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്.